നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് റിലേഷൻഷിപ്പും അല്ല, കരിയറും അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴെന്താ നടക്കുന്നത്, ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഞാൻ ഇവിടെ 3 കാർഡുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് കളറിലെ റോസ്, യെല്ലോ, ലാവൻഡർ എന്ന് പറയാം, അല്ലെങ്കിൽ വൈറ്റ്. അപ്പോൾ ഈ 3 റോസുകളാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡുകൾ. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി ആണ്, നിങ്ങൾ എന്ത് എനർജിയിലാണ് അതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക കേട്ടോ, എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നോക്കാം. അപ്പോ ഈ 2 കാർഡുകൾ ഞാൻ മാറ്റി വെക്കുകയാണ്. റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ആദ്യം എടുക്കുക. ആദ്യം നമുക്ക് ഓറക്കൽ മെസ്സേജിലേക്ക് പോകാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇവിടെ 2 കാർഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കാർഡുകളെല്ലാം വരുമോന്ന് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. കാർഡുകളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഈ കാർഡുകൾ രണ്ടും, ഒരെണ്ണം ഇമോഷണൽ കൺട്രോൾ വെക്കണം എന്നുള്ളൊരു കാർഡാണ്. എന്ന് വെച്ചാല് നമ്മള് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടിട്ട് ഉടനെ അതില് പ്രതികരിക്കാൻ നിൽക്കരുത്. നമ്മൾ ആ സിറ്റുവേഷനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രം അതിന് പ്രതികരിക്കുക കേട്ടോ. അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ആരും അറിയാതെ സൂക്ഷിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നടത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരോടും അത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നടത്തിയെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. മനുഷ്യരാണ്, നമ്മൾ ആരെയും കുറ്റം പറയരുത്. എന്ത് കാര്യം നിങ്ങളുടെ മനസ്സിൽ നടത്തിയെടുക്കണമെങ്കിൽ അത് ഓം നമോ ഭഗവതേ രുദ്രായ എന്ന രുദ്രമന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലെങ്കിൽ അത് നടത്തിയെടുക്കുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അത് വിട്ടുകളെ, നിങ്ങളത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പില്, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം. ഇത് ഏസ് ഓഫ് കപ്സ്, കപ്പ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആണ്. നമ്മൾ ലവ് റീഡിങ് എടുക്കുമ്പോൾ ഇതൊരു ലവ് ഇതായിട്ട് വരും. ഇത് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ സ്നേഹമുള്ള എന്തെങ്കിലും ഒരു സാധനം, ചിലപ്പോൾ അതൊരു പെറ്റ് ആയിരിക്കാം, മനസ്സിലായി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്ത് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. അതൊരു ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നില്ല. ചിലപ്പോൾ ഇത് ലവ് ആയിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ച് ഇതാക്കുക. ചിലപ്പോൾ ഫ്രണ്ട്സിനോടുള്ള ഒരു അഗാധമായ ഇഷ്ടം. ചില ഫ്രണ്ട്സിനെ നമുക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ആ ഫ്രണ്ട്ഷിപ്പ് വേണം എന്നൊരു ഇതുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യും, നമുക്ക് വേണ്ടി അവരും എന്തും ചെയ്യും, അങ്ങനത്തെ ഒരു ഇത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ഇതൊന്ന് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഏസ് ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 3 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. 3 ഓഫ് വാൻഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പം ഇത് അങ്ങോട്ട് കേറിയിട്ടില്ല, റിലേഷൻഷിപ്പിലേക്ക് ആയിട്ടില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അത്ര അടുപ്പമില്ല. ഇത് കണ്ട് പരിചയപ്പെട്ടു. ചിലപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സ് ആവുന്ന ആളുകളുണ്ട്, ഭയങ്കര ക്ലോസ്. ചിലപ്പോൾ അമ്പലത്തിന്റെ ക്യൂവിൽ നിൽക്കുക, അല്ലെങ്കിൽ മോളുകളുടെ ക്യൂവിൽ, ബസ് ടിക്കറ്റ് എടുക്കാൻ, എന്താ പറയാ, സിനിമ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിൽ നിൽക്കുക. എവിടെ ക്യൂവിൽ നിന്ന് പരിചയപ്പെട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ട്രാവൽ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ആവുന്ന അങ്ങനത്തെ. അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടു, നിങ്ങൾ തമ്മിൽ വളരെ അട്രാക്ഷൻ ഉണ്ട്, വളരെയധികം സ്നേഹമുണ്ട്, വളരെ ഒരു പൂർവ്വജന്മ ബന്ധം പോലെ ഒരു തോന്നലുണ്ട്. പക്ഷെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് കയറിയിട്ടില്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ ജനറൽ എനർജി. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ആരോടും കണ്ടാലും നിങ്ങൾക്ക് ഭയങ്കരമായ സ്നേഹം തോന്നാറുണ്ടാവായിരിക്കാം. പക്ഷെ നിങ്ങൾ ആരുമായിട്ടും അങ്ങോട്ട് അഗാധമായ ബന്ധത്തിലേക്ക് പോകുന്നില്ല.
അതൊരു ലവ് റിലേഷൻഷിപ്പ് ആവാം, അതൊരു ഫാമിലി റിലേഷൻഷിപ്പ് ആവാം, ബന്ധുക്കളായാലും എല്ലാവരും ചിലപ്പോൾ നിങ്ങൾ ഒരു കയ്യകലത്തില് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ ആഗ്രഹിക്കും. എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണ്ട, നിങ്ങൾ എന്റെ കാര്യങ്ങൾ അറിയണ്ട, എന്നെ എന്റെ കപാട്ടിന് വിട്ടേക്കൂ എന്ന് പറയുന്ന ഒരു എനർജി. അപ്പോ നിങ്ങൾക്ക് എല്ലാവരോടും നിങ്ങൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്, നിങ്ങൾ അതിനകത്തേക്ക് ഭയങ്കരമായ സന്തോഷമൊക്കെ വരും, പക്ഷെ എന്നാലും നിങ്ങൾ കയറി അങ്ങോട്ട് ഇൻവോൾവ് ആവുന്നില്ല, എല്ലാത്തിനെയും അകന്നു നിന്ന് നോക്കുന്ന ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകളായിരിക്കാം. നിങ്ങൾ അങ്ങനെ സ്നേഹത്തിന് കുഴപ്പമില്ല നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളുടെ ആ ഒരു അത് നിങ്ങൾ എങ്ങനെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ കാണിക്കാതിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ഇതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് പേടിയില്ല, നിങ്ങൾ വളരെ ഹാപ്പിയാണ്, ആരുമില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരു എനർജിയാണ്. പക്ഷെ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്ത് റിലേഷൻഷിപ്പിൽ പോകുന്ന തരത്തിലുള്ള ആളല്ല. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ആണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ. ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡുകളാണ് കേട്ടോ. ഓം നമ ശിവായ, ഓം നമ ശിവായ. നമുക്ക് നിങ്ങളുടെ പാസ്റ്റ്, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് വരുന്നത്. ആദ്യത്തെ കാർഡ് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ പാസ്റ്റിൽ നടന്നത്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് കാണുന്നുണ്ട്. 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരാള്. നമ്മളുടെ സ്വഭാവം ചിലപ്പോ ഈ ബ്ലാക്ക് ഷീപ്പ് എന്നൊക്കെ പറയും, നമ്മൾ ഇംഗ്ലീഷുകാർ പറയും ബ്ലാക്ക് ഷീപ്പ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ പെരുമാറുന്നു, പക്ഷെ അതിനെതിരായിട്ട് പെരുമാറും. എന്താ പറയാ ഒരു കറുത്ത ചെമ്മരിയാട്, അതാണ്. അപ്പോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ. ഒരു താന്തോന്നി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മനസ്സ് നല്ലതാണ്, എല്ലാവരോടും ഒരുമിച്ച് നിൽക്കുന്നത്, പക്ഷെ എന്നാലും ആവശ്യമില്ലാതെ ആളുടെ കാര്യത്തിൽ ഇടപെടാത്ത സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാൾ, അതാണ് നിങ്ങളുടെ ഇവിടെ എനർജി കാണിച്ചത്. അപ്പൊ അതുപോലത്തെ എല്ലാവരുമായും ആരോടുമായിട്ടും അത്ര അടുപ്പം കാണിക്കാത്ത, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നിങ്ങളോട് അടുപ്പം കാണിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കാരണം നിങ്ങള് ചിലപ്പോ അവർക്ക് ഇഷ്ടമല്ല നമ്മൾ സംസാരിക്കുന്നൊന്നും, അവരുടെ വീട്ടിൽ ആരും ചെല്ലണം ഇഷ്ടമല്ല എന്നൊക്കെ ചിലപ്പോ പറഞ്ഞ് കേൾക്കത്തില്ലേ. അവര് എന്ന് വെച്ചാൽ ചെറുപ്പത്തില് നിങ്ങൾക്ക് ചിലപ്പോ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളുമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് കൂട്ടുന്നില്ല, അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങളുടെ. അപ്പൊ പാസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാവരും ശരിക്കും നഷ്ടപ്പെട്ടല്ല, ഇമോഷണൽ ഒരു അകൽച്ച പോലെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അതായത് 5 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ അബാൻഡൻമെന്റ് ആണ്. അബാൻഡൻമെന്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് പോവുക. ചിലപ്പോൾ അമ്മ ഉപേക്ഷിച്ചിട്ട് പോവുക, അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോവുക, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ നല്ല ക്ലോസ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അഗാധമായിട്ട് ഒരാളോട് അടുത്ത് ഫ്രണ്ട്സ് ആണ്, ചിലപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അപ്പൊ അങ്ങനെ കുറെ അടുത്ത് വരുമ്പോഴത്തേക്കും അവര് വേറെ ഫ്രണ്ട്സിന്റെ കൂടെ പോവുക, അല്ലെങ്കിൽ അവര് വീട് മാറിപ്പോവുക, അല്ലെങ്കിൽ സ്കൂള് മാറിപ്പോവുക, അങ്ങനത്തെ അനുഭവം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആളുകളോട് അടുക്കാൻ പേടിയായിരിക്കും. അപ്പൊ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഇത് വിവാഹത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഇത് ആരോ നിങ്ങളെ ഉപേക്ഷിച്ച്, ചിലപ്പോ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നിരിക്കാം നിങ്ങൾ പാസ്റ്റില്. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോ വിവാഹത്തിലായിരിക്കാം, പക്ഷെ അബ്രോഡ് ജോലിക്കായിട്ട് പോയ ആള് പിന്നെ തിരിച്ചു വരുന്നില്ല നിങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെ എന്തെങ്കിലും, എങ്ങനെയാണ് നിങ്ങൾ സിറ്റുവേഷൻ തന്നെ എടുക്കുക. ഇവിടെ വേൾഡ്, അത് ട്രാവൽ ആണ് കാണിക്കുന്നത്. 4 ഓഫ് വാൻസ് വിവാഹം അല്ലെങ്കിൽ സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ വിവാഹം കഴിച്ച ഒരാള്, ഭർത്താവ് നഷ്ടപ്പെട്ട, ഭാര്യ നഷ്ടപ്പെട്ട ഒരാള്, അത് മരിച്ചു പോയതല്ല, ഉപേക്ഷിച്ചു പോയതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പേടി നിങ്ങൾക്കുണ്ട്. അപ്പൊ ചിലപ്പോ അതുപോലെ തന്നെ ചെറുപ്പത്തിലേ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ പോവുക, അമ്മയും നിങ്ങളെ ഉപേക്ഷിച്ച് അച്ഛൻ ഇറങ്ങി പോവുക, ഉപേക്ഷിച്ച് പോവുക, അങ്ങനെയുള്ള കുറെ കുട്ടികളുണ്ട്. അപ്പൊ പേടിയായിരിക്കും, ഇമോഷൻസിനായിട്ട് ഒരാളുമായിട്ട് ആരെങ്കിലുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ. നമുക്കും ആ എക്സ്പീരിയൻസ് പിന്നെ വന്നാൽ എന്ത് ചെയ്യും എന്ന് പേടിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ ഇപ്പോഴെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. 7 ഓഫ് വാൻസ് ആണ്. 7 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും എല്ലാവരെയും ഒരു തരത്തിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നില്ല ആരുമായിട്ടും എന്നൊരു കംപ്ലൈന്റ് ആളുകൾക്കുണ്ട്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യില്ല നിങ്ങളെന്ന് ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഓഫീസിലാണെങ്കിലും എല്ലാം നിങ്ങള് എല്ലാവരും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാണ്, ഒന്ന് വിട്ടു പോവുമോ, എനിക്കൊന്ന് സ്വൈരമായിട്ട് ഇരിക്കണം എന്ന് പറയുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എപ്പോഴും. അപ്പൊ പാസ്റ്റിലെ എക്സ്പീരിയൻസ് നിങ്ങൾ എപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. നിങ്ങൾ ഒട്ടും
ആൾക്കാരോട് നിങ്ങൾ ഒട്ടും ഒരു അറ്റാച്ച്മെന്റ് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് എനർജി, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ എക്സ്പീരിയൻസ് ഇപ്പോഴും, പാസ്റ്റിലെ എക്സ്പീരിയൻസ് ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ പലരും നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ അവരെ തള്ളി നീക്കുന്നു. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്, എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും ഒരു സമയത്ത് എന്നെ ഉപേക്ഷിച്ച് പോകും. അപ്പൊ പിന്നെ ഞാൻ പഴയ ആ പെയിനിൽ കൂടെ പിന്നെയും പോകേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ എൻ്റെ അടുത്തേക്ക്, എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അവരോട് വളരെ റൂഡായിട്ട്, അവരെ പോകാൻ വേണ്ടി വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക, അവരെ ഇൻസൾട്ട് ചെയ്യുക, ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുമായിരിക്കും തിരിച്ചു ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളെ കാണിക്കുന്നത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് പൈസീസ്. ചിലപ്പോൾ നിങ്ങളൊരു വാട്ടർ സൈനോ, ഏരീസ് ലിയോ സാജിറ്റേറിയസിൽ ആരെങ്കിലും, അല്ലെങ്കിൽ ക്യാൻസർ പൈസസ് സ്കോർപിയോയിൽ ആരെങ്കിലും ആയിരിക്കാം. നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത്? ഫ്യൂച്ചറിൽ പേജ് ഓഫ് സ്വേർഡ്സ് ആണ് വരുന്നത്. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈയിങ് ആണ്. അപ്പോ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാള് കയറി വരും കേട്ടോ. അപ്പോ നിങ്ങൾ ഇങ്ങനെ വിട്ടാൽ കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ വ്യക്തി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം എന്ന് ആകാൻ വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് പോകാൻ, കാരണം ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കേണ്ടി വരും അല്ലെ. മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമൽ ആണ്. നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ സഹായം എപ്പോഴെങ്കിലും ഒക്കെ എടുക്കേണ്ടി വരും. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നരകമായിരിക്കും ആ ജീവിതം. അപ്പൊ സഹജീവികളോട് സംസാരിക്കാനും അങ്ങനെയെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം. ഈ പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈയിങ് എനർജിയാണ്. അതുപോലെ തന്നെ പ്രശ്നങ്ങളെ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ്. പ്രശ്നമുണ്ടെന്ന് അറിയാം, പക്ഷെ ഞാൻ അതിനെപ്പോ അഡ്രസ് ചെയ്യുന്നില്ല, എനിക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല, ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ച് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പൊ പാസ്റ്റിലും നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആനിമൽസിനോടും ബേർഡ്സിനോടും ഒക്കെ വളരെ ക്ലോസ് ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് മനുഷ്യനോടുള്ള സഹവാസം, മനുഷ്യനുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ആരൊക്കെ സ്നേഹിച്ചാലും എന്തൊക്കെ ചെയ്ത് നിങ്ങളെ ഇതിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോയാലും നിങ്ങൾ ഈ പാസ്റ്റിലെ എക്സ്പീരിയൻസിൽ നിന്ന് അത്രയും വ്രണപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകാൻ ഒട്ടും ആഗ്രഹിക്കില്ല. നിങ്ങൾ അതിന് പകരം മൃഗങ്ങളും പക്ഷികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുമെന്നാണ് പറയുന്നത്, ഇപ്പൊ ഇല്ലെങ്കിൽ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്നിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട്, അപ്പൊ മനുഷ്യർ ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്, മനുഷ്യരിൽ നിന്ന് അകന്നിട്ട് മൃഗങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന. പക്ഷെ അത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ മനുഷ്യരുമായിട്ടും ഇടപെടാൻ പഠിക്കണം, മൃഗങ്ങളുമായിട്ടും ഇടപെടാൻ പഠിക്കണം കേട്ടോ. മൃഗങ്ങൾ മാത്രം ജീവിച്ചാൽ ശരിയാവില്ല. അത് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം മൃഗങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ മൃഗങ്ങളാണെന്നൊരു ചിന്ത നമുക്ക് വേണം. അവരെ കട്ടിലേ പിടിച്ച് കിടത്തുക, അവർക്ക് പഞ്ഞി മെത്ത ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോ എന്ത് പറ്റുന്ന വെച്ചാൽ അവരുടെ മൃഗങ്ങളുടെ ആ സ്വഭാവം മാറി അവര് മനുഷ്യ സ്വഭാവത്തിന്റെ ആ ഒരു ഇതിലും പെട്ടുപോകും. മൃഗങ്ങൾ എന്ന് പറഞ്ഞാല് മണ്ണിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന, മനസ്സിലായി, അങ്ങനത്തെ ജീവികളാണ്. മനുഷ്യൻ വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം സ്നേഹിക്കാൻ പാടില്ല എന്നല്ല, നല്ലോണം സ്നേഹിക്കണം. അതുങ്ങൾക്കെല്ലാം നമ്മളുടെ സ്നേഹം ആവശ്യമുണ്ട്. എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ പൂച്ചകളും എല്ലാം ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ പട്ടികൾ ഉണ്ടായിരുന്നു. ഞാൻ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും. ഏത് ഇതാണെങ്കിലും ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. എനിക്കിഷ്ടമാണ്, ജീവജാലങ്ങളെ എനിക്കിഷ്ടമാണ്. പക്ഷെ മനുഷ്യനാക്കി എടുക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ ജീവിക്കണം അല്ലെ. അപ്പൊ ആ ഒരു ചിന്ത നമുക്ക് വേണം. നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക, താമസിക്കാൻ സ്ഥലം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക. പക്ഷെ ഓവറായിട്ട് അവരെ മനുഷ്യരാക്കി എടുക്കാൻ നോക്കുക. അതൊരു ഫോറിൻ കൾച്ചറില് ഇപ്പൊ നമ്മൾ കാണുന്ന കുറെ യൂട്യൂബിലൊക്കെ കാണാം, ഉടുപ്പിട്ട് നടത്തുന്ന മൃഗങ്ങളെ. മനസ്സിലായോ? അതൊക്കെ ഓവറാണ്. കാരണം അത് ചില സമയത്ത് നമ്മൾ ചൂടിൽ ജീവിക്കേണ്ട ജീവികളെ നമ്മൾ തണുപ്പിലേക്ക് കൊണ്ടുവരുമ്പോഴും, തണുപ്പിൽ ജീവിക്കേണ്ട ജീവികളെ നമ്മൾ ചൂടിലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മൾ അവർക്ക് കുറെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കണം. പക്ഷെ ഇവിടെ ശീലിച്ചവർക്ക് നമ്മൾ അത്രയും അങ്ങോട്ട് ഓവറായിട്ട് അവരെ മാനുഷീകരിക്കാൻ ശ്രമിക്കരുത്. ഇത് ഓൺ ദ വേ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും ഇവിടെ അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. മനുഷ്യരെക്കാളും കൂടുതൽ മൃഗങ്ങളോട് ഇടപഴകുന്ന ഒരു എനർജി. അപ്പൊ മനുഷ്യരോട് ഇടപഴകാൻ മറന്നു പോകും നമ്മള്. മനസ്സിലായി? അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ് ഇപ്പൊ കണ്ടിന്യൂ വേണ്ടി ഇത് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലേക്കും കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്യാട്രിക് ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഈ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നവരെല്ലാവരും മെന്റൽ പ്രശ്നങ്ങൾ ഉള്ളവരല്ല. അത് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം. കാരണം അത് ചില മരുന്ന് കഴിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അത് എക്സ്ട്രീമിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ജഡ്ജ്മെന്റ്, ഇവിടെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ന്യായവിധി.
നിങ്ങൾ അപ്പൊ തീരുമാനം എടുക്കും. നിങ്ങൾ അങ്ങനെ തന്നെ ശരിക്കും ഞാൻ ചെയ്ത മുജ്ജന്മ പാപങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോ എനിക്ക് യോഗം ഉണ്ടാവില്ലായിരിക്കാം നല്ല സമയം വരാനായിട്ട്, അല്ല നല്ലൊരു ജീവിതം കൊണ്ടുവരാനായിട്ട്. അങ്ങനെയുള്ള ചിന്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. അതിനെ കവച്ചു വെക്കാൻ വേണ്ടി നമ്മൾ പല മറ്റു ജീവികളുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് മാനുഷികമായിട്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സിലാവുണ്ടോ? അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സൈക്യാട്രിക് ഹെൽപ്പ് എടുക്കണമെന്നാണ് കാണിക്കുന്നത് ഇവിടെ കേട്ടോ. കാരണം ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പണ്ട് ചെയ്ത മുജന്മത്തിൽ ചെയ്ത പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നം, എന്നോട് ആളുകൾ അടുക്കാതിരിക്കുക. നിങ്ങളാണ് ആൾക്കാരെ അകറ്റി നിർത്തുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മള് എല്ലാവരും നമ്മളുടെ അച്ഛനും അമ്മയോടും നമ്മൾ എന്തോരം അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ഫാമിലി, നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്പിനോട് നമ്മൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ആ അഡ്ജസ്റ്റ്മെന്റ് തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ കൊണ്ടുപോവുക. കുറച്ചും കൂടെ മനുഷ്യരായിട്ട് ഇടപെടാൻ ശ്രമിക്കുക. പാസ്റ്റിനെ നിങ്ങൾ കുഴിച്ചു മൂടുന്നല്ല, അതിന് നിങ്ങൾ തെറ്റുകൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. എല്ലാം മറ്റുള്ളവരുടെ തെറ്റല്ല, നമ്മളുടെയും കൂടെ തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, പിന്നെ ബാക്കി ഞാൻ പറഞ്ഞു. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ റോസിന്റെ സെലക്ട് ചെയ്തവരുടെ റീഡിങ് കേട്ടോ. ഞാൻ ഇനി രണ്ടാമത്തെ റോസ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോവാണ്. നീണ്ടു പോകും. 3 കാർഡ് റെഡി അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാര്യപ്പെടുത്താൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ രണ്ടാമത്തെ കളറ് റോസ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. യെല്ലോ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. യെല്ലോ സെലക്ട് ചെയ്ത കാർഡ് 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലിയിലാണെങ്കിലും പൊതുവെ ഒരു സംശയമുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങൾ ഓപ്ഷൻസ് കാണുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓപ്ഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതെടുത്താ ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തില് ഒരു കടയിൽ പോയ ഒരു സാധനം മേടിക്കാൻ നിങ്ങൾ 100 തവണ ആലോചിക്കും. ചിലപ്പോൾ ഒന്നും മേടിക്കാണ്ട് പോകും. കാരണം ഇതിൽ മേടിച്ചാല് തെറ്റും, അത് മേടിച്ചാലുള്ള ഗുണവും ദോഷവും നിങ്ങൾ കണ്ടെത്തും. മനസ്സിലായി? അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. അത് കൂടാതെ അത്രയും എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, നീ തീരുമാനം എടുത്തു. മറ്റുള്ളവര് നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്ത് അവിടെ പ്രശ്നമാകുമ്പോ നിങ്ങൾ അവരെ പറയും, നിങ്ങളാണ് ഈ തീരുമാനം എടുത്തത്, ഞാനല്ല. അത് വേറൊരു കാര്യം. പിന്നെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം തീരുമാനിക്കുക, അല്ലെങ്കിൽ ഞാനൊരു യെസ് പറയുക, ചെയ്തു കഴിഞ്ഞാൽ അതെന്റെ ഉത്തരവാദിത്തമാണ്. ആ യെസ് ഞാൻ കീപ്പ് ചെയ്യണം. മനസ്സിലായി? അങ്ങനത്തെ ഒരു പ്രശ്നം. 7 ഓഫ് കപ്സ് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണെങ്കിൽ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഈ കാണിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓപ്ഷൻസ് കണ്ടെത്താൻ, ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കില്ല. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു എനർജി. അതിന് 5 ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്, അപ്രൈറ്റ് ആണ്. 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഉള്ളിലൊരു ഭയമുണ്ട്. എന്തെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാല്, മനസ്സിലായോ? മറ്റുള്ളവര് ഈ 5 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ പോലെയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിലും ആർഗ്യൂ ചെയ്യാൻ പാടില്ല. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെ എന്താണ്, നമ്മൾക്ക് അതുകൊണ്ട് എന്ത് ഭവിഷ്യത്താണ് വരാൻ പോകുന്നത് എന്ന് ലോജിക്കലി നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ എതിർക്കുക, ആർഗ്യുമെന്റിൽ എടുക്കുക. ചില ആർഗ്യുമെന്റ്സ് നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തും. നമ്മളുടെ വാശിക്ക് വേണ്ടി ആർഗ്യൂ. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ലോജിക്കലും പ്രാക്ടിക്കലും ആയിട്ട് ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് വേണം ആർഗ്യൂ ചെയ്യാൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലായിടത്തും കയറി ആർഗ്യൂ ചെയ്യുന്ന ഒരാളാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ചെയ്യില്ല ആർഗ്യൂ ചെയ്യുമ്പോൾ. ഇപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടും ആണെങ്കിൽ കുറെ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നമ്മൾ കാണിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യും. കാരണം രണ്ടുപേരും രണ്ട് എനർജീസ് ആണ്. അവരുടെ ജീവിത സാഹചര്യങ്ങള്, അവരുടെ എക്സ്പീരിയൻസ് അവരെ ഒരു തരത്തില് ഉള്ള പെരുമാറ്റത്തിലേക്ക് പ്രേരിപ്പിക്കും. നമ്മളെ അതുപോലെ തന്നെ. അപ്പൊ നമ്മൾ രണ്ട് സ്നേഹമാകുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് വൈഫ് ആകുമ്പോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവുമ്പോ, അല്ലെങ്കിൽ കൊളീഗ്സ് ആവുമ്പോ കുറെയൊക്കെ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യണം. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണം, കോംപ്രമൈസിന് റെഡി ആവണം. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. അപ്പോ ബന്ധങ്ങള് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ജയിച്ചു നിൽക്കണം. അതാണ് ഇവിടുത്തെ കാര്യം. പ്രൂവ് ചെയ്യണം. നിങ്ങൾക്ക് എന്തോ കാര്യം പ്രൂവ് ചെയ്യാനുള്ള പോലെ. അതുമല്ല ചുറ്റുമുള്ള കാര്യങ്ങള് ഇതൊന്നും അല്ല, ഇനി വേറെ ഉണ്ടോ, ഇതൊന്നും വലിയ ഗുണമില്ല, ഇനി വേറെ ഉണ്ടോ, അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി ആണെന്നാണ് പറയുന്നത്.
ഇത് 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഷാഠ്യം, ഒഴിവാക്കിയെടുക്കുക. ഷാഠ്യമല്ല ഇവിടെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ശരിയുള്ളത് സ്വീകരിക്കണമെന്നുണ്ട്, പക്ഷെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ഒന്നിലും ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റും എന്താണ്, നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ചത്, ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇനി എന്താണ് വരുന്നത്, അതാണ് നമ്മൾക്ക് അറിയേണ്ടത്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ് നടന്നിട്ടുള്ളത്, ഇപ്പൊ എന്താ നടക്കുന്നത്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, നിങ്ങളുടെ പാസ്റ്റിൽ എന്താ നടന്നിട്ടുള്ളത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ എനർജിയിൽ. 2 ഓഫ് പെന്റിക്കിൾസ് എപ്പോഴും നിങ്ങൾക്ക് ഒരു എപ്പോഴും എന്തോ ഈ 2 ഓഫ് പെന്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ജഗ്ലിംഗ് ആണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു പാസ്റ്റില്, എന്ത് കാര്യങ്ങളാണെങ്കിലും. ഇപ്പൊ ആൾക്കാര്, അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവര് തരുന്ന സാധനം നിങ്ങൾക്ക് ഇഷ്ടമാകില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നലുള്ളത് കൊണ്ടാണോ, അതോ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണോ എന്നറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലെ ജീവിതത്തില് എന്ത് സാധനം ആര് തന്നാലും അവർ 2 എണ്ണം തരും. നീ ഇത് അല്ലെങ്കിൽ ഇതെടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ എന്നൊരു ചോയ്സ്. നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അതല്ല വേണ്ടത്. അപ്പൊ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആൾക്കാര് അവർക്ക് ഇഷ്ടമുള്ളത് ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞ ഒരു ചോയ്സ് ആണ് അവർ വന്നത്. ഇപ്പൊ ഗിഫ്റ്റ് കാർഡ് കൊടുത്തിട്ട് മോൻ ഇഷ്ടമുള്ളത് മേടിച്ചോ അല്ലെങ്കിൽ മോക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ എന്ന് പറയും. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഒരു റെസ്പോൺസിബിലിറ്റി ഒഴിവാക്കിയെടുക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോട്ടെ, പൈസ കൊടുത്തു, എനിക്ക് പറ്റില്ല അവിടെ പോയി ഷോപ്പ് ചെയ്ത് അത് കണ്ട് പിന്നെ ഇത് വന്നു കഴിയുമ്പോൾ ഇവന് ഇഷ്ടമില്ല, ഇവർക്ക് ഇഷ്ടമില്ല എന്ന് പറയും, പിന്നെ അത് തിരിച്ചു കൊണ്ടുപോയി നടക്കണം. അതുകൊണ്ട് പൈസ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് മേടിക്കും. അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ടായിരുന്നു, ഒരു സാധനമല്ല, നിങ്ങൾക്ക് എപ്പോഴും ചോയ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു ജീവിതം ജീവിച്ച ഒരാളാണ് നിങ്ങൾ. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ചോയ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലാതെ നീ ഇത് കഴിക്കണം. അപ്പൊ റെസ്ട്രിക്ട് ചെയ്യാൻ ആരും ശ്രമിച്ചിട്ടില്ല നിങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമായിരുന്നു. അതാണ്, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ ജീവിച്ചത് കൊണ്ട് എല്ലാ കാര്യത്തിലും, ഇപ്പൊ നിങ്ങളൊരു വിവാഹാലോചനയ്ക്ക് പോകണം അല്ലെങ്കിൽ ജോലിയുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മാത്രം നോക്കില്ല, 2-3 എടുത്ത് പോയി നോക്കും. എന്ത് സാധനമാണെങ്കിലും ഒന്നിൽ കൂടുതൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോയ്സ് എടുക്കാൻ പറയുമ്പോൾ നിങ്ങളെടുത്ത് തന്നാൽ മതി എന്ന് ഫ്രണ്ട്സിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഒരു ചോയ്സ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആള് സെലക്ട് ചെയ്തോളും. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത്, നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലും ഹാപ്പി ഇല്ലാത്തത് എന്ന് വെച്ചാൽ പെട്ടെന്ന് ബോറടിക്കുന്ന ഒരാള്, അങ്ങനെയും ഉണ്ട്. ചിലര് വളരെ ആഗ്രഹിച്ച് മോഹിച്ച ഒരു സാധനം മേടിക്കും, അത് കഴിഞ്ഞ് കുറച്ച് നാൾ വളരെ ആഗ്രഹിച്ചപ്പോ മറ്റുള്ളവർക്ക് വേണ്ട, ഇപ്പൊ ഷോപ്പിംഗ് മാളിൽ പോയാൽ മറ്റൊരാൾക്ക് വേണ്ട ഒരു ടീഷർട്ട് നമ്മൾ പിടിച്ചു മേടിച്ച് എനിക്ക് വേണം ഷാഠ്യം പറഞ്ഞ് സെന്റി പറഞ്ഞ് അവരുടെ അടുത്ത് ഒഴിവാക്കി ഞാനത് കൊണ്ടുപോയി ഷോപ്പിംഗ് മാളില് കടയിൽ അയാളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് അത് ബില്ല് ചെയ്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇത് വേണ്ട വേറെ വേണം എന്ന ഒരു അത്രയും ഫൈറ്റ് ചെയ്താണ്. റിലേഷൻഷിപ്പിലാണെങ്കിലും അതെ, വേറൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഞാൻ പിടിച്ചു മേടിക്കും, അല്ലെങ്കിൽ വേറൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ഒരാളെ ഞാൻ പിടിച്ചു മേടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അവരെ ബോറടിക്കുന്നു, ഞാൻ ഓക്കെ ശരി സോറി ഞാൻ വേറെന്തോ വിചാരിച്ചതാണ്, നിങ്ങൾ ഇനി പൊക്കോ എന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എനർജിയാണ്. പെട്ടെന്ന് ബോറടിക്കും. ആ സമയത്ത് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് അത് നേടിയെടുക്കുമെങ്കിലും പിന്നീട് അത് ബോറാവും, പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു എനർജി. അതുപോലെ തന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ്. ഏസ് ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും ഓഫർ കൊടുക്കും, ഇത് നീ എടുത്തോ. അപ്പൊ ചിലരുണ്ടല്ലോ യൂസ് ചെയ്തിട്ട് അത് ബന്ധുക്കൾക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്, ഞാൻ ഇത് കുറെ നാൾ യൂസ് ചെയ്ത് നീ എടുത്തോ എന്ന് പറയുന്നത്, എനിക്ക് മതിയായി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാല് എല്ലാവർക്കും കൊടുക്കുമ്പോൾ പുതിയത് കൊടുക്കണം. മനസ്സിലായി, നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ ഒരു ഇത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പുതിയ സാധനങ്ങളാണ് കൊടുക്കേണ്ട ആൾക്കാർക്ക്, എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് നമ്മൾ ദാനം ചെയ്യരുതെന്നല്ല, ചെയ്യണം. അത്രയും ഇതാകുമ്പോഴത്തേക്കും നമ്മൾക്ക് കീറി പറഞ്ഞ ഒന്നും കൊടുക്കരുത്. ഇത് ഈ വ്യക്തി അങ്ങനത്തെ ഒരു ഇതല്ല. ഈ വ്യക്തി മറ്റുള്ളവർക്ക് ഓഫർ കൊടുക്കുന്ന ഒരാളാണ്. ചിലപ്പോ ഇത് മറച്ചു വിൽക്കാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ സാധനങ്ങൾ മേടിച്ച് മറച്ചു വിൽക്കുന്ന ഒരാളും കൂടി ആയിരിക്കാം. യൂസ് ചെയ്തിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് വേറെ ആൾക്ക് വിൽക്കുക, അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന എനർജിയും ആയിരിക്കാമെന്നാണ് കാണിക്കുന്നത്. ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ. പൈസയുടെ കാര്യം കാണിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഇമോഷണൽ ആണ് കാണിക്കുന്നത്. ഇമോഷണലി നിങ്ങൾ ഇങ്ങനെയാണ് ഓവറോൾ എനർജി. പക്ഷെ ഇവിടെ പൈസയുടെ കാര്യം കൂടി വരുന്നുണ്ട്. ഒരു സാധനം കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു എനർജി പോലെ. അപ്പൊ നിങ്ങൾ എന്റെ സ്വന്തമാണിത്, ഞാൻ ഇത് എന്നും എന്റെ അടുത്ത് വേണം, മരണം വരെ ഞാനിത് വെക്കും, അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത ഒരാളാണ്. യൂസ് ചെയ്യുക, കൊടുക്കുക, അതാണ് നിങ്ങളുടെ ഒരു ശീലം.
ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എംപറർ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇട്ടുമൂടാൻ ഉള്ള സ്വത്തുകളുണ്ട്, സ്ഥലങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, ഇഷ്ടം പോലെ. നിങ്ങൾ ചക്രവർത്തി പോലെയാണ്, ആ ഒരു എനർജിയിലാണ്, വളരെ സ്ട്രോങ് ആയി. ചക്രവർത്തി നല്ല ചക്രവർത്തിയാണ്, ചക്രവർത്തിയുടെ പ്രജകൾക്ക് നല്ലതാണ്. ചീത്ത ചക്രവർത്തി ആണെങ്കിൽ പ്രജകൾക്ക് അതുപോലെ ദ്രോഹം ചെയ്യുന്ന ഒരു ചക്രവർത്തി ആയിരിക്കും. ഏരീസ് ആണത്. മാജിഷ്യൻ റിവേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ ക്വീൻ ഓഫ് വേർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ കൂടെ, സ്ത്രീയോ പുരുഷനോ, നിങ്ങള് ചക്രവർത്തിയാണ്, നിങ്ങളെ മുമ്പിൽ നിർത്തി പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ കുറച്ച് ഈഗോ ഉള്ള ആളായത് കൊണ്ടും ഞാൻ എന്തൊക്കെയോ ആണ്, ശുദ്ധതയുള്ള കൊണ്ടാണ്, ഞാൻ എന്തൊക്കെയോ ആണ്, എനിക്ക് ഒന്നിനും ഒരു കുറവില്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു, പിന്നെ അതുമല്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഇത് മുന്നിൽ നിർത്തിയിട്ട് ആരോ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും, നിങ്ങൾ ഭർത്താവാണെങ്കിൽ ഭാര്യ അങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ അമ്മ, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ്, ആരോ നിങ്ങളെ മുമ്പിൽ നിർത്തി നിങ്ങളെ പറ്റിച്ച് എന്തോ കാര്യങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ വളരെ സ്ട്രോങ് ആയ ഒരു പേഴ്സണാലിറ്റി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നാണ്. നിങ്ങളൊരു ചക്രവർത്തിയാണ്, ചക്രവർത്തിനിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു എനർജി ഉണ്ടെന്നാണ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്, ജെമിനായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്താണ് വരുന്നത്? ജസ്റ്റിസ് കാർഡാണ്. ഇവിടെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കും, ന്യായം. കുറെ നിങ്ങൾ അന്യായങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട്, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ആൾക്കാര്. കാരണം നിങ്ങള് എന്താ പറയാ, ഒരു ശുദ്ധതയുള്ള ഒരു എനർജിയാണ്, മനസ്സിലായോ? അപ്പോ ആൾക്കാരെ മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരു ആള് നിങ്ങളുടെ പുറകെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോ ഫ്യൂച്ചറില് ഈ ഒരു നിങ്ങൾ ഇതുവരെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല, മനസ്സിലായോ? ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരും, നിങ്ങളെ പഠിപ്പിക്കും സ്നേഹം എന്താണ്. ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല സ്നേഹം എന്താണ്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ആള് നിങ്ങളെ പഠിപ്പിക്കും എന്താണ് സ്നേഹമെന്ന്. ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ന്യായം വരാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ഇതുപോലെ തന്നെ തുടരുമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്നേഹബന്ധം വരുമ്പോ പുതിയൊരാളാണ് വരുന്നത്. പുതിയ ഏസ് ഓഫ് കപ്സ് ആണിത്. പുതിയൊരു എനർജി വരുമ്പോ നിങ്ങളുടെ ഈ സ്വഭാവത്തിൽ കുറെ മാറ്റങ്ങൾ വരും. നിങ്ങളെ ആൾക്കാർ പറഞ്ഞു പറ്റിച്ച് കാര്യങ്ങൾ നടത്തുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. ഡെത്ത് കാർഡ് റിവേഴ്സ് സ്കോർപിയോ ആണ്. ഇവിടെ ലീബ്ര ഉണ്ട്, ഇവിടെ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ഉണ്ട്. ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ലീബ്ര സോഡിയാക് സൈൻ ആണ് കേട്ടോ. ഇത് ജെമിനായി ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരാളിലേക്ക് ഒതുങ്ങേണ്ടി വരും. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല, സ്നേഹബന്ധങ്ങളിലോ ഒന്നുമില്ല. സ്നേഹത്തിൽ നിന്നൊക്കെ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പൈസയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ കാര്യം. പൈസ കിട്ടുക, കൊടുക്കുക, ഇതാണ് നിങ്ങളുടെ മെയിൻ മനസ്സിൽ. അല്ലാതെ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഇൻവോൾവ് ആകുന്നില്ല, മനസ്സിലായി? പക്ഷെ നിങ്ങൾ ഇൻവോൾവ് ആകും ഇമോഷണൽ ആയിട്ട് ഒരാളുമായിട്ട്. അയാള് നിങ്ങളെ ശരിയും തെറ്റും കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പൊ അതാണ് രണ്ടാമത്തെ കാർഡിന്റെ കളർ എടുത്തവർക്കുള്ള റീഡിംഗ്. ഇനി നമ്മൾ മൂന്നാമത്തെ കളർ എടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാനെ, മൂന്നാമത്തെ കളർ സെലക്ട് ചെയ്തവരുടെ ഓവറോൾ എനർജി എന്താന്ന് നോക്കുമ്പോൾ ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രൊഫസർ ആയിരിക്കാം, നിങ്ങള് വളരെയധികം എഴുത്തുകാരായിരിക്കാം, അല്ലെങ്കിൽ പണ്ഡിതന്മാരോ ആയിരിക്കാം. എന്ത് കാര്യത്തിനെയും അഗാധമായിട്ട് പഠിക്കുന്ന ഒരാള്, ഭക്തിയുള്ള ഒരാള്. അതുപോലെ തന്നെ ചിലപ്പോ ഒരു മതത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ. ഇത് വെർഗോ, പൈസിസ്, സോഡിയാക് സൈൻ ആണിത്. നല്ല അറിവുള്ളതാണ്. നിങ്ങൾക്ക് ചെറിയ പഠിത്തമൊന്നും അല്ല, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഭയങ്കര ഡബിൾ MAയോ ഡബിൾ MPhilോ അങ്ങനെയൊക്കെ എടുക്കുന്ന നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ അധികം സംസാരിക്കാത്ത ഒരു എനർജിയാണ്, എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു എനർജിയാണ്.
ചോദിച്ചാൽ മാത്രം സംസാരിക്കുന്ന ഒരു എനർജിയാണിത്. ക്ലാരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മദർ ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സും എംപററുമാണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സഹാനുഭൂതിയോടുകൂടി, വളരെയധികം ദയയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു എനർജി. എന്നാൽ നിങ്ങൾ എംപറർ പോലെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചക്രവർത്തിയോ ചക്രവർത്തിനിയോ പോലെയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന ദയയും കനിവുമുള്ള ഒരു എനർജിയാണ്. അൺകണ്ടീഷണൽ ലവ് ആണ്. നിങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വളരെ വിശാലമായ ഒരു മനസ്സാണെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ്, അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ പെരുമാറ്റത്തിനെ എഫക്ട് ചെയ്തിട്ടില്ല എന്നാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ എംപററായി മാറിയതാണ്. ഒരു ചക്രവർത്തിയെ പോലെ നിങ്ങളുടെ എക്സ്പീരിയൻസിലും നിങ്ങളുടെ പാഠങ്ങളിലും നിങ്ങളൊരു ചക്രവർത്തിയാണ്. നിങ്ങളെ കവിഞ്ഞിട്ട് ആരുമില്ല നിങ്ങളുടെ ചുറ്റുവട്ടത്ത്. അങ്ങനത്തെ ഒരു അപ്പം സോറി ഞാൻ കണ്ടില്ല കാര്യം. അപ്പോ നിങ്ങളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ നടന്നിട്ടുള്ളത്? ഏസ് ഓഫ് പെന്റക്കിൾസ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓഫറാണ്, യൂണിവേഴ്സിന്റെ ഓഫറാണ്. ഇത് പണസംബന്ധമായ ഓഫറായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സ് ആയിട്ട് വെച്ച് തന്നതാണ് ഈ ഒരു, ചിലപ്പോൾ ഇതൊരു നിങ്ങൾ ഈ പദവിയിൽ ഇരിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങളുടെ ചെറുപ്പം തുടങ്ങിയേ നിങ്ങളെ ഈ ഒരു വഴിയിലേക്ക് തിരിച്ചു വിട്ടതാണ് ആരോ. യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്ന വഴി ആയിരിക്കാം ഇത്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് ഈ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ ചെറുപ്പം തുടങ്ങിയ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭക്തിപരമായ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ, ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാത്ത ഒരു എനർജി ആയിരിക്കും. മനസ്സിലായോ? ലോക നന്മയ്ക്ക് വേണ്ടി സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും നിങ്ങള് 4 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് ഫ്ലെക്സിബിൾ ആയ ഒരാളാണ്. കാരണം ചെറുപ്പം തുടങ്ങിയ നിങ്ങൾക്ക് ഇത് പഠിച്ചത് കൊണ്ട് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്, കൂടുതൽ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫീൽഡില് നിങ്ങൾ ചെറുപ്പം തുടങ്ങിയ വളരെ പാഷനറ്റ് ആയിട്ട് ഒരു ഫീൽഡ് ഫോളോ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഇപ്പൊ എക്സ്പേർട്ട് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങളും ഒന്നുമില്ല. ഇവിടെ ലവേഴ്സ്, ആ സമയത്ത് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു വഴിയാണ്. നിങ്ങൾക്ക് വഴിമുട്ടി നിൽക്കുകയായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ദൈവമായിട്ടൊരു വഴി കാണിച്ചു തന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വഴിയല്ല, പക്ഷെ നിങ്ങളത് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ stubborn-ആയിട്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു നിന്നില്ല. നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ ആ ഒരു ഇതിൽ തന്നെയാണ് നിങ്ങൾക്ക് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ജെമിനായി ആണിത്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. 4 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഷാഠ്യമില്ല, നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടിയപ്പോഴും നിങ്ങൾ അത് സ്വീകരിച്ചു, 2 കൈയും നീട്ടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഈ ലവേഴ്സ് ഇവിടെ തിരിച്ചു വന്നേക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങള് അപ്പൊ ഇതൊരു റിലേഷൻഷിപ്പ് ആവാൻ വഴിയുണ്ട്. പാസ്റ്റിലൊരു റിലേഷൻഷിപ്പ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളൊരു വിവാഹത്തിലേക്ക് കയറിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ഫീൽഡ്, ഇപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജോലിയാണെങ്കിൽ, ലവേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആ ജോലി ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തമായിട്ടുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വ്യക്തിയെ. അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് നിങ്ങളുടെ ആ പഴയ ഇത് മാറ്റിയെടുത്തു ആ വ്യക്തി എന്നാണ് പറഞ്ഞത്. വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സും 2 ഓഫ് കപ്സ് അപ്രൈറ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ പാസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ടുള്ള വിവാഹമോ എന്തോ നിങ്ങൾക്ക് നടന്നു, അല്ലെങ്കിൽ ഒരു ജോലി, അതിലിപ്പോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ്. നിങ്ങളുടെ പാസ്റ്റില് നിങ്ങൾ എത്രയോ ഇഷ്ടപ്പെടാതിരുന്നു, അത്രയും നിങ്ങൾക്ക് ഇപ്പോ ആ വ്യക്തിയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ അവസ്ഥയെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ജോലി ഇഷ്ടമാണ്. ഇതിപ്പോ 2 ഓഫ് കപ്സ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെയാണെന്ന് വെച്ചാല് ഇത് നിങ്ങൾ എന്തോ ഇതാണ് എന്റെ വിധി, ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്നൊരു കാര്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. 2 ഓഫ് കപ്സ് ട്വിൻ ഫ്ലെയിം ആണ്, ലവേഴ്സ് സോൾവേറ്റ് കണക്ഷൻ ആണ്. അപ്പൊ ജെമിനായി, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ നിങ്ങൾ കുറെ റെസിസ്റ്റ് ചെയ്തു ഇതിനകത്തേക്ക് ഇൻവോൾവ് ആവാൻ. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇതിനകത്താണെന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണ്. അപ്പൊ ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്, ഭയങ്കര ഹാപ്പി ആണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ 3 ഓഫ് പെന്റക്കിൾസ് ആണ് വരുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതിന് നിങ്ങളുടെ ഈ ഒരു ഇതിപ്പോ റിലേഷൻഷിപ്പ് നല്ലതല്ലേ, ഇങ്ങനെ തന്നെ തുടരും, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു യോജിപ്പ്,
ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഹാർമണി, അതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ പഠിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ അതേ ഫീൽഡിലുള്ള ഒരാളുമായിട്ടുള്ള ബന്ധമായിരിക്കാം. അപ്പൊ നിങ്ങൾ കുറെ ഈ വ്യക്തിയിൽ നിന്ന് പഠിക്കും. നിങ്ങൾ തമ്മിൽ മനസ്സിലാക്കും. അയാളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കും, നിങ്ങളുടെ എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കും. അങ്ങനെ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഈ 3 ഓഫ് പെന്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്ന 3 ഓഫ് കപ്സും ഫ്രണ്ട്ഷിപ്പ് ആണ് 3 ഓഫ് കപ്സ് കാണിക്കുന്നത്. പിന്നെ ഡെവിൾ, കാപ്രിക്കോൺ ആണത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. അപ്പോ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ചിലപ്പോ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ വരാൻ വഴിയുണ്ട് കേട്ടോ. നിങ്ങളുടെ വേറൊരാള് നിങ്ങളുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്കോ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു ഡബിൾ എനർജി ഇവിടെ വരുന്നുണ്ട്. ഡബിൾ എനർജി എന്ന് പറഞ്ഞാൽ ടെംപ്ടേഷൻ ആണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ടേ പറ്റുള്ളൂ, ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് നമ്മളെ വഴിതെറ്റി വിടുന്ന ഒരു എനർജിയാണ് ഡെവിള്. അപ്പൊ അത് കാണിക്കും. കാരണം ഇവിടെ 3 ഓഫ് കപ്സും ഇവിടെ 3 ഓഫ് പെന്റക്കിൾസും പിന്നെ ഒരു ഡെവിളുമാണ് വന്നേക്കുന്നത്. അപ്പൊ തേർഡ് പാർട്ടി കണക്ഷൻ മസ്റ്റ് ആണ് ഇവിടെ. അത് ഒബ്സെഷൻ ആയിട്ട് വരും. നിങ്ങളായിരിക്കും, നിങ്ങൾക്കാണ് ഒരു ഒബ്സെഷൻ ആയിട്ട് മാറാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തിക്കാവാൻ വഴിയില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പൊ ഓൾറെഡി ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയുള്ള നിങ്ങളുടെ സമയത്ത് ഇനി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ വേറൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ ദൈവഭയമുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും ആ വ്യക്തിയെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു ഡെവിള് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകുന്നത്. കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഇതും ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.